ഹായ് എവരിവൺ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചെയ്ത ലേൺ തെലുഗു ത്രൂ മലയാളം എന്ന് പറഞ്ഞ നമ്മുടെ തെലുഗു പഠിപ്പിക്കുന്ന വീഡിയോ സീരീസിന്റെ ഒന്നാം ഭാഗത്തിന് ലഭിച്ച മികച്ച പ്രതികരണമാണ് ഇന്ന് അതിന് രണ്ടാം ഭാഗവുമായി വരാൻ എനിക്കൊരു പ്രചോദനമായത്. ഇന്ന് വേറൊരു വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിരുന്നു പ്ലാൻ. അത് ഞാൻ മാറ്റിവെച്ച് തെലുഗു കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ വാക്കുകൾ ഇതൊക്കെയാണ്: ഞാൻ, നീ, നിങ്ങൾ, നമ്മൾ, ഞങ്ങൾ, അവൻ, അവൾ, അവർ, അത്, ഇത്. ഇതിനകത്ത് മിസ്സായി ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്ന് പറയാണ്ട് ഞാൻ പറഞ്ഞു തനു, അതനു, വാടു എന്നാണ് പറയുന്നത്. തനു എന്ന് പറഞ്ഞാൽ അവനും അവൾക്കും ഉപയോഗിക്കാം. അതനു എന്ന് പറഞ്ഞാൽ അവന് മാത്രം, ചുമ്മാ അവൻ എന്ന് പറയാനായിട്ട്. വാടു എന്ന് പറയുന്ന നേരത്തെ നമ്മൾ റെസ്പെക്ട് കൊടുക്കാതെ പറയുന്നതാണ്, ബഹുമാനമില്ലാതെ നമ്മൾ ആരെങ്കിലും വഴക്ക് പറയുന്ന നേരത്ത് പറയുന്നതാണ്, അവൻ എന്ന് റെഫർ ചെയ്യുന്നതാണ്. ഇനി ബഹുമാനം കൊടുത്തു പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട്. ആ വാക്കാണ് ആയന. ഓക്കെ, ആയന എന്ന് വെച്ചാൽ അദ്ദേഹം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ആ പുള്ളിക്കാരൻ എന്ന് ബഹുമാനത്തോടെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആയന. ഓക്കെ, മുതിർന്നവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കന്നഡ പഠിപ്പിക്കുന്ന കാലത്ത് എന്റെ രണ്ടാമത്തെ വീഡിയോ കന്നഡയിൽ എണ്ണാൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പം ഈ തെലുഗു ക്ലാസ്സിലും ഞാൻ വിചാരിച്ചു നമുക്ക് എണ്ണാൻ പഠിക്കാം. കാരണം സംഖ്യകൾ ഉദാഹരണമാക്കി കുറച്ച് വീഡിയോകൾ ചെയ്യേണ്ടി വരും. അന്നേരം ആ സംഖ്യകൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. ഓക്കെ, ഇന്ന് നമുക്ക് തെലുങ്കിൽ എണ്ണാൻ പഠിക്കാം. ദ്രാവിഡ ഭാഷകളിൽ എന്ന് വെച്ചാൽ മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ഈ 4 ഭാഷകളിൽ പൊതുവെ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് മലയാളവും തമിഴും തമ്മിൽ നല്ല ബന്ധമുണ്ട്, അതേപോലെ തന്നെ കന്നഡയും തെലുഗും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന്. ഒരുപാട് കന്നഡക്കാരും തെലുങ്കന്മാരും പറഞ്ഞിട്ടുണ്ട് കന്നഡയും തെലുഗും തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന്. പക്ഷെ ഞാൻ പഠിച്ച എനിക്കറിയാവുന്ന കന്നഡയും തെലുങ്കും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. കന്നഡയും തെലുങ്കും തമ്മിൽ എന്തോരം ബന്ധമുണ്ടോ അതിലും കൂടുതൽ ബന്ധം മലയാളവും തെലുങ്കും തമ്മിലുണ്ട്. അത് നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാകുകയും ചെയ്യും. ഓക്കെ, അപ്പം പിന്നെ കന്നഡയും തെലുങ്കും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നതിൽ കാര്യമില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എഴുത്ത് ഏകദേശം ഒരേപോലെയാണ്. വളരെ എനിക്ക് തോന്നുന്നു 3-4 ലെറ്റേഴ്സ് മാത്രമേ കന്നഡയും തെലുങ്കും തമ്മിൽ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ചെറിയൊരു ഈ നേരെയുള്ള വര അത് കുനിപ്പാക്കി കഴിഞ്ഞാൽ, അതൊരു ടിക്ക് മാർക്കാക്കി കഴിഞ്ഞാൽ തെലുങ്കായി. നമുക്ക് എഴുതാനും വായിക്കാനും കുറച്ചുകൂടി കഴിഞ്ഞ് പഠിക്കാം. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ആദ്യം ബേസിക് വെച്ച് തുടങ്ങാം. ഇത് നമുക്ക് 1 മുതൽ 1 കോടി വരെ എങ്ങനെ എണ്ണാം തെലുങ്കിൽ എന്ന് പഠിക്കാം. 1 തന്നെ തുടങ്ങാം. 1 എന്ന് തെലുങ്കിൽ പറയുന്നത് ഒക്കട്ടി എന്നാണ്. ഈ ഒക്കട്ടി എന്ന് പറഞ്ഞു തരുന്ന നേരത്തെ എനിക്കിവിടെ ഒക്കട്ടി എന്ന് എഴുതാൻ ചെറിയൊരു മടിയുണ്ട്. കാരണം ടി എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നിന്ന് വായിക്കും ഒക്കട്ടി, ഒഗടി എന്ന് പറഞ്ഞ് വായിക്കും. ഓക്കെ, കാരണം നമ്മൾ മലയാളത്തില് ഈ ക എന്ന് പറഞ്ഞ വാക്ക് ഇടയിൽ വന്നാൽ നമുക്ക് അതിനെ ഗ എന്ന് പറയുന്നൊരു ശീലമുണ്ട്. ഉദാഹരണത്തിന് കഴുകൻ എന്ന് പറഞ്ഞ വാക്ക്, കഴുകനിൽ ക എന്നാണ് നമ്മൾ എഴുതുന്നത്, പക്ഷെ നമ്മൾ വായിക്കുന്നത് കഴുകൻ എന്നാണ്. അതേപോലെ തന്നെ ടി എന്ന് പറഞ്ഞ വാക്ക് അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡി എന്ന് പറഞ്ഞ് വായിക്കും. ഓക്കെ, ലക്കിഡി അതിന്റെ ഉദാഹരണമാണ്. കാരണം ലക്കിഡിയിൽ ഡി അല്ല ടി ആണ്, പക്ഷെ നമ്മൾ അതിനെ ഡി എന്ന് പറഞ്ഞ് വായിക്കും. ഇത് ഒക്കട്ടി ആണ്, ഒക്കട്ടി. ടി എന്ന് പറഞ്ഞ് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കട്ടി അത്രയും പറഞ്ഞാൽ മതി, ഒക്കട്ടി. ഓക്കെ, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ മലയാളികൾക്ക് കന്നഡയും തെലുഗും എഴുതിയിരിക്കുന്ന പോലെ വായിക്കാനായിട്ട്. അത് പതുക്കെ ശീലമായിക്കോളും. ഞാൻ പറഞ്ഞു ഒക്കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്നാണ്. ഇനി ഒരു എന്ന് പറഞ്ഞു വരണമെങ്കിൽ ഒക്ക എന്ന് പറഞ്ഞാൽ മതി, ഒക്ക. ഓക്കെ, ഒക്ക എന്ന് പറഞ്ഞാൽ ഒരു, ഒക്കട്ടി എന്ന് പറഞ്ഞാൽ 1. ഇനിയാണ് പ്രശ്നം. 2 എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് രണ്ടു. ഓക്കെ, രായല്ല രേ, രണ്ടു. ഒക്കട്ടി, രണ്ടു. ഇനി ഞാൻ 10 വരെ ഇങ്ങനെ പറഞ്ഞുതരാം ഫാസ്റ്റ് ആയിട്ട്. 3 എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയും മൂടു, മൂടു. ഓക്കെ, 4 എന്ന് പറയാനായിട്ട് നാലുഗു എന്ന് പറഞ്ഞു വരണം. സംസാര ഭാഷയിൽ ഇതിനെ നാൽഗു എന്നും കേൾക്കാം, പക്ഷെ എഴുത്ത് ഭാഷയിൽ നാലുഗു എന്നാണ്, നാലുഗു. 5ാമത്തേത് ഐതു. 5നെ ഐതു എന്നാണ് പറയുന്നത്. കന്നഡയിലും വലിയ വ്യത്യാസമൊന്നുമില്ല. അടുത്തത് കുറെ വാക്കുകൾക്ക് വ്യത്യാസമില്ല, ഞാൻ എല്ലാം പറയുന്ന കൺഫ്യൂഷൻ ആക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. ഓക്കെ, 6 എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് ആറു. ഇനി 7 എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് ഏടു. 8 എന്ന് പറയാനും 9 എന്ന് പറയാനും വളരെ രസകരമായ 2 വാക്കുകളാണ്. 8 എന്ന് പറയാനായിട്ട് എനിമിതി എന്ന് പറഞ്ഞു തരണം. 9 എന്ന് പറയാനായിട്ട് തൊമ്മിതി എന്ന് പറഞ്ഞു വരണം, തൊമ്മിതി. ഓക്കെ, അപ്പം എല്ലാം കൂടി പറയാം. 1 മുതൽ 9 വരെ. ഒക്കട്ടി, രണ്ടു, മൂടു, നാലുഗു, ഐതു, ആറു, ഏടു, എനിമിതി, തൊമ്മിതി. ഇനി 10 എന്ന് പറയാനായിട്ട് പതി എന്നാണ് പറയുന്നത്, പതി. ഓക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു
അത് എന്ന് പറഞ്ഞിട്ട് അതി എന്നും ഇത് എന്ന് പറഞ്ഞിട്ട് ഇതി എന്നാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ കുറെ വാക്കുകളൊക്കെ ഈ എന്ന് പറയുന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാക്കാണ് 10 എന്ന് പറഞ്ഞ വാക്ക് 10 എന്നാണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പം 1 2 3 4 5 6 7 8 9 10 കേൾക്കാൻ രസമല്ലേ? ഓക്കെ, നമ്മുടെ മലയാളവും പറഞ്ഞു കേൾക്കാൻ രസമുണ്ട്, നമുക്കല്ല മലയാളികളല്ലാത്തവർക്ക്. ഓക്കെ, ഇനി 11 എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറഞ്ഞതാണ് പദകൊണ്ടു. ഓക്കെ, പദകൊണ്ടു. 12 എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് പന്നെണ്ടു. പന്നെണ്ടു. ഓക്കെ, നമുക്ക് ഡ എന്ന് പറഞ്ഞൊരു വാക്ക് നമുക്കുള്ളത് കൊണ്ട് കുറെ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഡ എന്ന് പറഞ്ഞ് ഉപയോഗിക്കും. തെലുങ്കിൽ ഡ എന്ന് പറഞ്ഞ വാക്കില്ല, ട ആണ്. ഇനി മുതൽ ഇത് ശ്രദ്ധിക്കണം. കുറെ വാക്കുകൾ ഡ എന്ന് പറഞ്ഞ വാക്കിൽ അവസാനിക്കുന്നതും തുടങ്ങുന്നൊക്കെയുണ്ട്. ഓക്കെ, അപ്പം ഇടയിലും വരുന്നുണ്ട്. അപ്പം ഇണ്ട പന്നെണ്ടു എന്ന് പറഞ്ഞ് വരണം. ഓക്കെ, ഇനി അടുത്ത് 13 പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് പതിമൂടു. ഓക്കെ, എളുപ്പമല്ലേ? പതിമൂടു. ഇനി കാരണം 10 എന്ന് പറഞ്ഞാൽ 13 പറയാനായിട്ട് മൂടു, പതിമൂടു. 14 എന്ന് പറയാനായിട്ട് പതിനാലുകു എന്ന് പറഞ്ഞാൽ 14. അടുത്തത് 15 പറയാനായിട്ട് പദഹൈദു എന്നും പറയാം, പിന്നെ അല്ലെങ്കിൽ സംസാര ഭാഷയിൽ പദൈദു എന്നും പറയാം. ഓക്കെ, പദഹൈദു അല്ലെങ്കിൽ പദൈദു. 16 എന്ന് പറയാനായിട്ട് പദഹാറു. അവിടെ പതി എന്ന് പറഞ്ഞു വരില്ല, പദഹാറു. 17 എന്ന് പറയാനായിട്ട് പതേടു എന്ന് പറയണം, പതേടു. 8ഉം 9ഉം എങ്ങനെയാണ് രസകരമായിരുന്നത്, അതേപോലെ തന്നെ 18ഉം 19ഉം പിന്നെയും രസകരമാണ്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നു എനിക്കറിയില്ല. 18 എന്ന് പറയാനായിട്ട് പദ്ദനിമിതി എന്ന് പറഞ്ഞു വരണം, പദ്ദനിമിതി. ഓക്കെ, ഇനി 19 എന്ന് പറയാനായിട്ട് പദ്ദൊമ്മിതി. ഓക്കെ, പദ്ദൊമ്മിതി, 19 അല്ല 19. 20 എന്ന് പറയാനായിട്ട് ഇരവൈ. ഓക്കെ, അപ്പം 10 എന്ന് പറയാനായിട്ട് 10, 20 എന്ന് പറയാനായിട്ട് ഇരവൈ. ഇനി എനിക്ക് തോന്നുന്നു 30, 40, 50, 60, 70, 80, 90, 100 എങ്ങനെ പറഞ്ഞാൽ മതി. കാരണം ബാക്കിയൊന്നും വ്യത്യാസമില്ല. നമ്മുടെ മലയാളത്തിൽ എങ്ങനെയാണല്ലോ 11, 12, 13, 14, 15, 16 അവിടെയൊക്കെ പതി എന്ന് വെച്ച് പിന്നെ നമ്മള് 1, 2, 3 എന്ന് പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ 20 കഴിഞ്ഞാൽ 1, 2, 3 അതങ്ങനെയാണ് തുടർന്ന് പോകുന്നത്. അപ്പം 21 എന്ന് പറഞ്ഞാൽ 21, 22 എന്ന് പറഞ്ഞാൽ 22, 23 എന്ന് പറഞ്ഞാൽ 23, 24 എന്ന് പറഞ്ഞാൽ 24, 25 എന്ന് പറഞ്ഞാൽ 25, 26 എന്ന് പറഞ്ഞാൽ 26, 27 എന്ന് പറഞ്ഞാൽ 27, 28 എന്ന് പറഞ്ഞാൽ 28, 29 എന്ന് പറഞ്ഞാൽ 29. ഇനി 30 എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് മുപ്പൈ. ഓക്കെ, മുപ്പൈ. ഇനി നേരത്തെ പറഞ്ഞ പോലെ 31 പറയുന്നത് 31, 32, 33, 34, 35, 36, 38, 39. ഓക്കെ, 39 വരെയായി. ഇനി 40 എന്ന് പറയാനായിട്ട് നലബൈ എന്നാണ് പറയുന്നത്, നലബൈ. ഓക്കെ, 41 മുതൽ അങ്ങ് 49 വരെ പറയാം. 41 എന്ന് പറയാനായിട്ട് నలభై 1, 42 42, 43 43, 44 44, 45 45, 46 46, 47 47, 48 48, 49 49. ഓക്കെ, 50 എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നതാണ് യാബൈ. ഓക്കെ, കേൾക്കാൻ നല്ല രസമുണ്ട്. യാബൈ. 51, 52, 53, 54, 55, 56, 57, 58, 59 എന്ന് വെച്ചാൽ 59. ഇനി 60 എന്ന് പറയാനായിട്ട് അറവൈ. 61 മുതൽ 69 എന്ന് പറയാം. 61, 62, 63, 64, 65, 66, 67, 68, 69. ഇനി 70 എന്ന് പറയാനായിട്ട് 70. കേൾക്കാൻ നല്ല രസമുണ്ട് എനിക്ക് തോന്നി. 70, 71, 72, 73, 74, 75, 76, 77, 79. ഓക്കെ, 79 എന്ന് പറഞ്ഞാൽ 79 ആയി. 80 എന്ന് പറയാനായിട്ട് പറയുന്ന വാക്കാണ് എനബൈ. ഓക്കെ, എനബൈ എന്ന് പറഞ്ഞു വേണം. അപ്പം ഓർക്കുക, 20 പറയുന്നത് 20 എന്നാണ്, 30 പറയുന്നത് 30 എന്നാണ്, 40 പറയുന്നത് 40 എന്നാണ്. അതിനകത്തെ ബ തന്നെയാണ് ഇവിടെ 80 വരുന്നത്. 50 വീണ്ടും ബ വരും, യാബൈ. 60 60 എന്നാണ് വരേണ്ടത്. അപ്പം 20ഉം 60ഉം 20ഉം 60ഉം. പിന്നെ 70 ഞാൻ പറഞ്ഞ ഓൾറെഡി 70, വീണ്ടും ബ വെച്ച് വരും, പക്ഷെ സ്ട്രെസ് ചെയ്ത് വരണം 70 എന്ന് പറഞ്ഞ്. പിന്നെ 80 ഇപ്പം എനബൈ. ഓക്കെ, 81 മുതൽ 89 വരെ പറയാം. 81, 82, 83, 84, 85, 86, 87, 88,
89. 89 എന്ന് വെച്ചാൽ 89. 90 എന്ന് പറയാനായിട്ട് తొంభై എന്ന് പറഞ്ഞു തരണം. తొంభై. ఓకే, അതും കേൾക്കാൻ നല്ല രസമുണ്ട്. 91, 92, 93, 94, 95, 96, 97, 98, 99. 99 എന്ന് പറഞ്ഞാൽ 99. ഓക്കെ, ഈ 100 എന്ന് പറയാനായിട്ട് 3 വാക്കുകളുണ്ട്. പ്രോപ്പറായ ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ വന്ത എന്നാണ്. വന്ത. ഇതും നമ്മൾ ഈ മലയാളത്തിൽ ന്ത എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് കുറെ ഉള്ളത് കൊണ്ട് നമ്മളത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. എൻത ആണ്. ഇൻത. ഓക്കെ, വന്ത. ഓക്കെ, വന്ത. വന്ത എന്ന് പറഞ്ഞാൽ 100. ഇതിനെ 100 എന്നും പറയും. ഓക്കെ, പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് വന്ത എന്നാണ്. ഇനി വന്ത എന്നും പറയും, 100 എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, വന്ത 100 എന്നും പറയും. നമ്മുടെ ഈ 100. ഓക്കെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം വന്ത എന്ന് നമുക്ക് പഠിക്കാം. വന്ത. ഇനി അവിടുന്ന് അങ്ങോട്ട് വീണ്ടും 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, അപ്പം പക്ഷെ 100 എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് വേണമല്ലോ. 100 എന്ന് പറയാനായിട്ട് ഉള്ള വാക്കാണ് നൂട്ട. ഓക്കെ, അപ്പം ഈ വന്തല എന്നും പറയാറുണ്ട്. പക്ഷെ അത് 200, 300 അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ടാണ്. 100 എന്ന് പറയാനായിട്ട് അവർ ഉപയോഗിക്കുന്നത് നൂട്ട എന്ന് പറഞ്ഞ വാക്കാണ്. അപ്പം 101, 102, 103, 104, 105, 106, 107, 108, 109, 110 എന്ന് വെച്ചാൽ 110. అవిడన അങ്ങോട്ട് 110, 120, 130, 140, 150, 160, 170, 180, 190 അങ്ങനെ അങ്ങ് പോകും. 200 എന്ന് പറഞ്ഞാൽ 200 ആണല്ലോ. അപ്പം അങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. 200 എന്ന് പറയാനായിട്ട് 2 വന്തലു എന്ന് പറഞ്ഞു വരണം. 2 വന്തലു എന്ന് പറഞ്ഞാൽ 200. അതേപോലെ തന്നെ 300, 400 മുതൽ 900 വരെ ഉപയോഗിക്കുന്ന എങ്ങനെയാണ്? 3 వంతలు, 4 వంతలు, 5 వంతలు, 6 వంతలు, 7 వంతలు, 8 వంతలు, 9 వంతలు. 9 వంతలు എന്ന് പറഞ്ഞാൽ 900 എന്ന് വെച്ചാൽ 900. ഓക്കെ, ഇനി രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെലുങ്കിലും ഉണ്ട്, പിന്നെ ഹിന്ദിയിലും ഉണ്ട്. ഹിന്ദിക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴുണ്ട്. ഓക്കെ, ഇന്ത്യക്കാർ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. ഞാൻ പുറത്തുനിന്നുള്ളവര്, വിദേശത്തുനിന്നുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. 1000നെ 10, 100 എന്ന് നമ്മൾ പറയാറില്ലല്ലോ. പക്ഷെ അങ്ങനെയാണ് ഇവര് കുറെ പേരൊക്കെ പറയുന്നത്. തെലുങ്കില് 10 వంతలు എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പക്ഷെ 1000ന് ഒരു വാക്കുണ്ട്. ആ വാക്കാണ് വെയ്. ചുമ്മാ വെയ് എന്ന് പറഞ്ഞ പോലെ വെയ്. ആ ഇ ആക്ച്വലി സ്ട്രെസ് ചെയ്യണം. വെയ് എന്ന് പറഞ്ഞു വരണം. ഇതിനെ ഒക്ക വെയ് എന്ന് വേണേൽ പറയാം. കാരണം ഒരു 1000 ആണല്ലോ. ഒക്ക എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞു. 1000 എന്ന് പറയാനായിട്ട് വെയ് എന്ന് പറയണം. അപ്പം ഒക്ക വെയ്. 100 വന്ത എങ്ങനെ വന്തലു ആയി 2, 3, 4 വന്നപ്പം, അതായത് ഒരു 100 ആണെങ്കിൽ വന്താണ്, 200 ആണെങ്കിൽ 2 വന്തലു ആണല്ലോ. വന്തലു അതായത് 100കൾ എന്നുള്ള അർത്ഥത്തിൽ. 2 വന്തലു, 3 വന്തലു, 4 വന്തലു ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഈ വെയ് എന്ന് പറയുന്നത് ഒരു 1000 മാത്രമാണെങ്കിൽ വെയ് എന്ന് പറഞ്ഞു വരിക. 2, 3 അതിൽ കൂടുതലോ ആണെങ്കിൽ വെയ്യിലു എന്ന് പറഞ്ഞു വരണം. ഓക്കെ, 1000ങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം 2000 എന്ന് പറയാനായിട്ട് 2 വെയിലു എന്ന് പറഞ്ഞു വരണം. ചുമ്മാ വെയിലു എന്ന് പറഞ്ഞ പോലെ, വെയിലു എന്ന് പറഞ്ഞ പോലെ വെയിലു. കാരണം അത് ഈ അല്ല, ഇ ആണ്. ഓക്കെ, അത് സംസാരത്തിൽ ശരിക്കും പറയാൻ പറ്റുള്ളൂ. ഇവിടെ എഴുതി കാണിക്കുന്ന നേരത്ത് പ്രോപ്പറായിട്ട് എഴുതി കാണിക്കാൻ പറ്റുന്ന വരില്ല. ഓക്കെ, 2 വെയിലു, 2 വെയിലു, 3 വെയിലു, 4 വെയിലു, 5 വെയിലു, 6 വെയിലു, 7 വെയിലു, 8 വെയിലു, 9 വെയിലു, 10 വെയിലു. ഞാൻ അവസാനം പറഞ്ഞത് 10 വെയിലു, അതാണ് 10000. ഓക്കെ, ഇനി 1000 എന്ന് പറഞ്ഞു വരണല്ലോ. ഇപ്പൊ ഞാൻ 100 എന്ന് പറയാനായിട്ട് നൂട്ട എന്ന് പറഞ്ഞതുപോലെ 1000 എന്ന് പറയാനായിട്ട് ഈ വെയ് എന്ന് പറഞ്ഞാൽ 1000, വെയിലു എന്ന് പറഞ്ഞാൽ 2 വെയിലു, 3 വെയിലു എന്ന് പറഞ്ഞ അർത്ഥത്തിൽ, അതായത് 2000, 3000. ഇനി 1000 എന്ന് പറയാനായിട്ട് വെയില എന്ന് പറഞ്ഞു വരണം. ഓക്കെ, സോറി, ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫോണിലാണ് ഞാനിപ്പം റെക്കോർഡ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്ന ഒരു പോക്കോയുടെ ഒരു ഫോണാണ്. അതിന്റെ പ്രശ്നമുണ്ട്. കുറെ നേരം വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ കുറെ നേരം ചൂടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓവർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു വരും. ഓക്കെ, പിന്നെ അത് ഓഫ് ചെയ്ത് വെക്കാലേ രക്ഷയുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഓഫ് ചെയ്യേണ്ടി വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 എന്ന് പറയാനായിട്ട് വെയ് ആണെങ്കിലും 1000 എന്ന് പറയാനായിട്ട് വെയില എന്ന് പറഞ്ഞു വരണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. പിന്നെ ലക്ഷം, കോടി, അത് വെച്ച് നമുക്ക് നിർത്താം. വീഡിയോ ലോങ് ആവുന്നുണ്ട്, പിന്നെ എന്റെ ഫോണും ചൂടാവുന്നുണ്ട്. അപ്പം 1150 എന്ന് പറയാനായിട്ട് ഒക്ക വെയില 150 എന്നാണ്. ഒക്ക വെയിൽ എന്ന് പറഞ്ഞാൽ 1000,
1,150 അറിയാം 150 അപ്പം ఒక్క వెయ్యిల 150. ఓకే, അപ്പം അങ്ങനെ 2,000, 3,000, 4,000 എന്ന് പറഞ്ഞ് നമുക്ക് എന്താണോ നമുക്ക് പറയേണ്ടത്. അപ്പം 2,002 എന്ന് വെച്ചാൽ 2002, 2,021 എന്ന് വെച്ചാൽ 2021 ഈ വർഷം. ഓക്കെ, 2,050 എന്ന് വെച്ചാൽ 2050. അങ്ങനെ വേണം നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്തത് ലക്ഷം. 1,00,000 എന്ന് പറയാനായിട്ട്, അപ്പം അതിനു മുൻപ് അറിയാലോ 50,000 എന്ന് പറയാനായിട്ട് 50,000 എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, 50,000. അല്ലെങ്കിൽ 99,000 എന്ന് പറയാനായിട്ട് 99,000 എന്ന് വെച്ചാൽ 99,000. ഇനി 1,00,000 എന്ന് പറയാനായിട്ട്, ലക്ഷം എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറയുന്നത് ലക്ഷം എന്ന് തന്നെയാണ്. ഓക്കെ, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു തെലുങ്കിൽ എല്ലാ വാക്കും അവസാനിക്കുന്നത് ഒരു വവൽ സൗണ്ടിലാണ്, വവൽ ശബ്ദത്തിലാണ്. എന്ന് വെച്ചാൽ ലക്ഷമു എന്നാണ് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഇത് വരുന്നത്, റിട്ടൺ ഭാഷയിൽ വരുന്നത്. പക്ഷെ സംസാര ഭാഷയിൽ ലക്ഷമു എന്ന് പറയുന്ന ആവശ്യം ലക്ഷം എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഒക്ക ലക്ഷം എന്ന് വെച്ചാൽ 1,00,000 എന്നാണ് അർത്ഥം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് ഫോൺ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ എന്നാണ്. ഓക്കെ, അപ്പം 1,00,000 എന്ന് പറയാനായിട്ട് ഒക്ക ലക്ഷം. 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. ഈ ലക്ഷം എന്നാണ് പ്രോപ്പറായ വാക്കെങ്കിലും ഈ അടുത്ത് അവര് ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് ലക്ഷം. ഓക്കെ, ലക്ഷം എന്ന് പറഞ്ഞാലും ലക്ഷം എന്ന് തന്നെയാണ്. ഇനി അടുത്തത് കോടി. കോടി എന്ന് പറയാനായിട്ട് കന്നഡയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോട്ടി എന്നാണ് പറയുന്നത്. എഴുതുന്നത് നമ്മൾ മലയാളത്തിലും കന്നഡയിലും തെലുങ്കിലും എഴുതുന്നത് കോട്ടി എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ മലയാളികൾ അതിനെ കോടി എന്ന് പറഞ്ഞ് വായിക്കും. കന്നഡക്കാരും തെലുങ്കന്മാരും അതിനെ കോട്ടി എന്ന് പറഞ്ഞ് വായിക്കും. കോട്ടി അല്ല, ചുമ്മാ കോട്ടി, അത്രയേ ഉള്ളൂ. നമ്മൾ മലയാളത്തിൽ എഴുതും കോട്ടി തന്നെയാണ്. അറിയാലോ, വള്ളി കോടി എന്ന് നമ്മൾ പറഞ്ഞു വായിക്കും. അവരിത് വായിക്കുന്നത് കോട്ടി എന്നാണ്. ഓക്കെ, അപ്പം ഒരു കോടി എന്ന് പറയാനായിട്ട് ഒക്കെ കോട്ടി എന്ന് പറഞ്ഞു വരണം. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് വിശ്വസിക്കുന്നു. പിന്നെ പരമാവധി ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ കുറച്ച് ലോങ് ആയി എന്നറിയാം. പിന്നെ ഒരു ഓവർ ഹീറ്റിംഗ് പ്രശ്നം ഉണ്ടായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റും ചെയ്യുക. അപ്പം കൂടുതൽ തെലുഗു വീഡിയോസ് ചെയ്യാൻ അതെനിക്ക് പ്രചോദനമാകും. അത്രയും പറയുന്നുള്ളൂ. ലവ് യു ഓൾ. ബൈ.